ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പുതിയൊരു ഡിസൈൻ നോക്കാം. ഇതിനായിട്ട് ഒരു നെക്ക് പാറ്റേൺ വരച്ചിട്ട് ഇങ്ങനെ മുകളിൽ നെക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് താഴോട്ട് ചെരിച്ച് വരുന്ന രീതിയിലാണ് ഈ ഡിസൈൻ വരുന്നത്. ഇതിൽ 2 ടൈപ്പ് സ്റ്റിച്ച് വരുന്നുണ്ട്. ഒന്ന് ബുള്ളിയൻ റോസ്, അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട്. ഈ 2 സ്റ്റിച്ചുമാണ് ഇതിൽ വരുന്നത്. 2 കളറ് നൂലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരെണ്ണം വൈറ്റ്, പിന്നെ റെഡ്. ആദ്യം നമുക്ക് റെഡ് കളർ വെച്ച് ബുള്ളിയൻ റോസ് ചെയ്യാം. ഇങ്ങനെ കുത്തിയെടുക്കുക. ഇങ്ങനെയൊന്ന് കുത്തിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഒരളവിൽ നമ്മളൊരു 4 ഞാൻ 10 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട്. 10 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി പതിയെ ഇങ്ങനെ വലിച്ചെടുക്കുക. താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുത്താൽ നമുക്കിത് എടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും. എന്നിട്ട് ഈ നമ്മൾ പിരിച്ചെടുത്ത നൂലിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. വലിച്ച് താഴെ വരെ എത്തി. അപ്പം നമുക്ക് ആദ്യത്തെ പെറ്റൽ കിട്ടി. ഇനി ഇത് താഴോട്ട് കുത്തിയെടുക്കുക. ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരല്പം പുറകിൽ നിന്ന് തുടങ്ങുക. അതായത് ഇതിൻ്റെ ഇവിടെയല്ലേ നമ്മൾ എൻഡായത്, അതിൻ്റെ ഒരല്പം പുറകിൽ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങാം. തുടങ്ങി ഇങ്ങനെ കുത്തിയെടുക്കുക. വീണ്ടും ഒരു 10 പ്രാവശ്യം ചുറ്റിയെടുക്കുക. അടുത്തത് ഇങ്ങനെ കിട്ടി. ഇനി ഇത് നമ്മൾ ഈ സൈഡിലോട്ട് ചെരിച്ച് കുത്തി തിരിച്ചു കുത്തുക. അടുത്തത് മുമ്പേ തുടങ്ങിയതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തു നിന്ന് തുടങ്ങുക. ഇവിടെ തൊട്ടൊരു 15 പ്രാവശ്യം ചുറ്റിയെടുക്കുന്നുണ്ട്. ഇത് പഴയതുപോലെ തന്നെ ഇങ്ങനെ പിരിച്ചെടുത്ത് ഇത് പിടിച്ചുകൊണ്ട് വലിച്ചെടുക്കുക. നമുക്കിങ്ങനെ കിട്ടി. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് തുടങ്ങുക. എവിടെയാണോ ചെയ്ത് നിർത്തിയേക്കുന്നത് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം താഴ്ത്തി ചെയ്തെടുത്താൽ മതി.
നമുക്ക് എന്തോരം വട്ടത്തിലാണോ വേണ്ടത് ആ ഒരു വലിപ്പത്തിൽ നമുക്കിങ്ങനെ ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വരെ വന്ന് നമ്മൾ നിർത്തുവാണ്. അങ്ങനെ നമ്മുടെ ബുള്ളിയൻ റോസ് ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ഇതിൽ ഈ റോസ് ഇടവിട്ട് ഒരല്പം ഇടവിട്ട് താഴെ വരെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഈ റെഡ് ആൻഡ് വൈറ്റ് ഇടവിട്ട് സിംഗിൾ നോട്ട്, അതായത് ഫ്രഞ്ച് നോട്ടിൻ്റെ സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രാവശ്യം മാത്രം നോക്കിയിട്ടുള്ള ഒരു സ്റ്റിച്ച് വരുന്നുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം മാത്രം ഒന്ന് കറക്കി താഴോട്ട് ഒരല്പം നീക്കി കുത്തുക. ഈ നൂലെ പിടിച്ചോട്ട് വേണം താഴോട്ട് കുത്താൻ. അപ്പം നമുക്കൊരു ചെറിയൊരു പൂമൊട്ട് പോലെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് കളറിലും ഇടവിട്ട് കൊടുക്കണം. അല്പം നീക്കി താഴോട്ട്. താഴോട്ട് കുത്തുമ്പോൾ എപ്പോഴും ഈ നൂല് പിടിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഈ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.